ബേപ്പൂരിലാകാമെങ്കിൽ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്തിനു മാറ്റിവെക്കുന്നു എന്നായിരുന്നു വള്ളംകളി പ്രേമികളുടെ ചോദ്യം. വിഷയം പ്രതിപക്ഷം ഏറ്റെടുത്തതോടെ സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ സർക്കാരിനെതിരെ വിമർശനമുയർന്നു. ഏറ്റവും കൂടുതൽ ചുണ്ടൻ വള്ളങ്ങൾ പങ്കെടുക്കുന്നത് എൻ്റെ നിയോജകമണ്ഡലത്തിൽ നിന്നാണ്. ആയിരക്കണക്കിന് തുഴച്ചിലുകാർ, ക്ലബ്ബുകാർ, അവരുടെ എല്ലാം മാസങ്ങളുടെ അധ്വാനമാണ് ഈ നെഹ്റു ട്രോഫി എന്ന് പറയുന്നത്. നെഹ്റു ട്രോഫി ഇനിയും വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. ഇന്നലെ ഞാൻ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് ഒരു കത്ത് നൽകിയിരുന്നു. കാര്യം വെറും കളിയല്ലെന്ന് തിരിച്ചറിഞ്ഞ സർക്കാർ ചർച്ചകൾ അവസാനിപ്പിക്കാനായി ആഞ്ഞു തുഴയുന്നുണ്ട്. ആലപ്പുഴയുടെയും അതുപോലെ കോട്ടയം ജില്ലയുടെ അപ്പർ കുട്ടനാട് മേഖലയുടെയെല്ലാം ഒരു വികാരമാണ് ആ ജലോത്സവം. അതുകൊണ്ട് വയനാടിൻ്റെ കാര്യങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടായി ഒരു പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് നീങ്ങിയ ഈ സാഹചര്യത്തിൽ ഓണത്തോടനുബന്ധിച്ച് ആ ജലോത്സവം നടത്തണമെന്ന ആശയം പൊതുവിൽ വന്നിരിക്കുന്നു, യോജിക്കുന്നു, അത് നടപ്പാക്കാം. നെഹ്റു ട്രോഫിക്ക് 1 കോടി രൂപ നൽകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ കുറിച്ചു. ഫണ്ട് പോരെന്നും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടത്തണമെന്നും ക്ലബ്ബുകൾ ആവശ്യപ്പെടുന്നു. ക്ലബ്ബുകളും ചുണ്ടൻവള്ള ഉടമകളുമെല്ലാം വളരെ പ്രതീക്ഷയിൽ നിൽക്കുന്നതാണ് ഈ CBL മത്സരങ്ങൾ. അത് വേണ്ട എന്നുള്ള ഒരു പ്രഖ്യാപനം പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രിയും ബന്ധപ്പെട്ടവരും അതിന് മുൻകൈയെടുക്കുകയും വേണം. 2 ദിവസത്തിനകം നെഹ്റു ട്രോഫിയുടെ തീയതി പ്രഖ്യാപിക്കും. മത്സരം ഓണം കഴിഞ്ഞാകാനാണ് സാധ്യത കൂടുതൽ. ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ച നടക്കേണ്ടിയിരുന്ന നെഹ്റു ട്രോഫി ജലോത്സവം വയനാട് ദുരന്തത്തെ തുടർന്നാണ് മാറ്റിവെച്ചത്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.